ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ട് എങ്ങനെ ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി തന്നെ ആയിരിക്കും, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടി ഞാനിതൊന്ന് ചെയ്ത് കാണിക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിസേർട്ടാണിത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു കസ്റ്റാർഡ് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഞാൻ 2 കപ്പ് പാലിലേക്കാണ് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാലൊഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ട കെട്ടാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. 2 കപ്പ് ഫ്രഷ് മിൽക്ക് ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കാം. ഉടനെ തന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നമുക്ക് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി കസ്റ്റാർഡ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം. നമുക്ക് ഇതിലേക്കുള്ള ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഏതെല്ലാം ഫ്രൂട്ട്സുകൾ ഇഷ്ടമാണോ അതെല്ലാം നമുക്ക് ഈ ഫ്രൂട്ട് സലാഡിൽ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മാംഗോ, ഒരു ആപ്പിൾ, 2 കിവിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൻ്റെ താഴെ തട്ടിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തണുപ്പിച്ചെടുക്കാം. ഞാൻ ഫ്രൂട്ട്സ് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. കസ്റ്റാർഡ് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് നട്ട്സ് ഫ്രൂട്ട്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ സോക്ക് ചെയ്തെടുത്തിട്ടുള്ള ബദാമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ കസ്റ്റാർഡ് ഈ ഫ്രൂട്ട്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് സെർവ് ചെയ്യാനായിട്ടൊരു ഗ്ലാസ് എടുക്കാം. അതിലേക്ക് ആദ്യം നമുക്ക് ഈ കസ്റ്റാർഡ് ഫ്രൂട്ട് മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വാനില കേക്ക് പൊടിച്ചെടുത്തത് ചേർക്കാം. വാനിലയോ അല്ലെങ്കിൽ ചോക്ലേറ്റ് കേക്കോ പൊടിച്ചെടുത്തത് ചേർക്കാം. കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കാം. നമുക്ക് 1-2
സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. മുകളിലായിട്ട് അല്പം നമുക്ക് ചോക്ലേറ്റ് സിറപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിക്ക് വേണ്ടിയിട്ട് ഞാനൊരു വേഫർ സ്റ്റിക്കും കൂടെ വെക്കുന്നുണ്ട്. കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡാണിത്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു.